കാണിക്കുന്ന പോക്കിരിത്തരത്തിന് ഒരു മാന്യത വേണം. എന്താണ് സംഭവിച്ചതെന്ന് അമൃത നമ്മളോട് തുറന്നു പറയും. അമൃത നമസ്കാരം. എന്തുവായിരുന്നു സംഭവം? ഇന്നത്തെ വിഷയമാണോ? അത് എന്റെ നാട്ടിലാണ്, പുന്നല. അപ്പം അവിടുത്തെ സ്കൂളിലെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് എന്നെ ഒരു അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഗണേശേട്ടനായിരുന്നു മെയിൻ ഗസ്റ്റ്. അപ്പം അത് കഴിഞ്ഞ മാസം വിളിച്ചെല്ലാം കൺഫേം ചെയ്തതാണ്. അപ്പം എനിക്ക് ഇന്നലെ ഷൂട്ട് ഉണ്ടായിട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നാട്ടിൽ പോയി. പോകുന്നത് രാവിലെയാണ്, തലേദിവസം രാത്രിയാണ്, അതായത് 7ാം തീയതി രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ പ്രോഗ്രാമിൽ പുതിയ നോട്ടീസിൽ പേരില്ല. ഫസ്റ്റ് നോട്ടീസിൽ എന്റെയും ഗണേശേട്ടനെയും കൂടെ പിക്കായിരുന്നു വെച്ചത്. രണ്ടാമത്തതിൽ അത് മാറ്റി ചെയ്യിപ്പിച്ചു. അമൃതയെ വെക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ ആരൊക്കെയോ ചേർന്നിട്ട് അതിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. വേറെ എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പം അത് കണ്ട ഉടനെ ആത്മാ മെമ്പറായ സാജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മസ്റ്റായിട്ടും ഗണേശേട്ടൻ അറിയണം എന്നുള്ളത്. കാരണം ഇന്നത്തെ ആത്മയുടെ പ്രോഗ്രാമിലെ ഗസ്റ്റ് ഗണേശേട്ടനാണ്. ഇന്നലെ അമൃതയെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് ഒരു മറുപടിയാണിത്. ഇന്ന് ഫോട്ടോ എടുത്തു.